ഉറ്റ സുഹൃത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കാളിയായി നടൻ സുധീർ കരമന. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പേട്ട വാർഡിലെ LDF സ്ഥാനാർത്ഥി SP ദീപകിനു വേണ്ടിയാണ് വോട്ട് അഭ്യർത്ഥിച്ച് സുധീർ കരമനയും സുഹൃത്തുക്കളും പ്രചാരണത്തിനിറങ്ങിയത്. നഗരസഭയിൽ ഇതുവരെ നടപ്പിലാക്കിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ പറഞ്ഞാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. സുധീർ കരമന തിരുവനന്തപുരത്തുകാർക്ക് അപരിചിതനല്ല. നാടിന്റെ ഏത് ആഘോഷത്തിനും എത്തുന്ന സുധീർ കരമനയും സുഹൃത്തുക്കളും ഇത്തവണ എത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ്. കോളേജ് കാലഘട്ടം മുതൽ തന്റെ ഉറ്റ ചങ്ങാതിയായ തിരുവനന്തപുരം കോർപ്പറേഷൻ പേട്ട വാർഡിലെ LDF സ്ഥാനാർത്ഥി SP ദീപകിനു വേണ്ടി. വിദ്യാർത്ഥി കാലഘട്ടം മുതൽ സമരമുഖങ്ങളിലെ പ്രധാനിയായ ദീപകിന്റെ വിജയം സുനിശ്ചിതമെന്ന് സുധീർ കരമന പറയുന്നു. തീർച്ചയായിട്ടും ഇനി ഒരു 25 ദിവസത്തോളമുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം ഇപ്പോൾ തന്നെ ദീപക് വളരെയധികം മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള പ്രചരണ തന്ത്രങ്ങൾ അറിയാം. ഇന്നലെയല്ല രാഷ്ട്രീയത്തിൽ, ഏതാണ്ട് 40 വർഷത്തിലേറെയായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുകയാണ് അദ്ദേഹം. എല്ലാ ജനങ്ങളോടും എല്ലാവരോടും ഇറങ്ങിച്ചെല്ലാനുള്ള കഴിവും മനസ്സുമുള്ള ദീപകിനോടൊപ്പം നിൽക്കാൻ ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഞാനീ പറഞ്ഞ ഈ കോർപ്പറേഷൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിലയിരുത്തുന്നത്. പൊങ്കാല സമയത്തായിക്കോട്ടെ അല്ലാത്തപ്പോഴായിക്കോട്ടെ പെട്ടെന്നാണ് ഓരോരോ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാൻ കഴിയുന്നത്. ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും നേതൃത്വത്തിലാണ് എല്ലായ്പ്പോഴും നടക്കാൻ കഴിയുന്നത്. എന്നാൽ മാത്രമേ നന്നാവത്തുള്ളൂ എന്നൊരു വിശ്വാസവും എനിക്കുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഇതുവരെയായി നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചാണ് സ്ഥാനാർത്ഥിയായ SP ദീപകിന്റെ പ്രചരണം. കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മനസ്സിൽ ഉള്ളി തട്ടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് എന്തെന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പറയുകയാണ്, ഒന്നും പറയണ്ട, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. ഇന്ന് രാവിലെ പ്രചരണത്തിനിറങ്ങി ഉച്ചയ്ക്കാണ് സുധീർ വിളിക്കുന്നത്. സുധീർ ഷൂട്ടിങ്ങൊക്കെ മാറ്റി വെച്ചിട്ടാണ് എൻ്റെ പ്രചരണത്തിന് വേണ്ടി ജോയിൻ ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലോ, ജനിച്ച മണ്ണിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത്. അത് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കണമെന്നുള്ളതാണ്. നഗരസഭ ഇക്കാലയളവിൽ നടത്തിയ ആരോഗ്യ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടു പോകുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.